ഒരു ചാനൽ ഉടനീളം വലിയ അക്ഷരത്തിൽ എഴുതി കാണിച്ചത് വാർ ബ്രേക്കിംഗ് എന്നാണ്. വാർ ബ്രേക്കിംഗ്. ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും, ആ നിലപാടാണ് ചാനലിൻ്റെത്. ഒരു സിനിമയിൽ കണ്ടില്ലേ, ജഗതിയുടെ കഥാപാത്രം തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയില്ല, കുറെ നേരമായി ഇതിങ്ങനെ ഉടക്കാൻ നിൽക്കുകയാണ്, അവസാനം ഇയാൾ പോയിട്ട് ഉടച്ചു. അതുപോലെയാണ് മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു യുദ്ധം, വാർ ബ്രേക്കിംഗ്. ആ ടെലിവിഷൻ ചാനൽ സ്തോഭജനകമായ ഒരു വാർത്ത ജനങ്ങളുടെ മുൻപാകെ തുറന്നുവിട്ടു. ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടി. പെട്ടെന്ന് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഗൗരവമേറിയ ഒരു നടപടിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഇന്ത്യയിൽ എത്ര എയർപോർട്ടുണ്ട്? ഈ കൊച്ചു കേരളത്തിൽ 4 ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി ഒരു ചാനൽ വാർത്ത കൊടുക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടച്ചുപൂട്ടാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പൂട്ടും, അതാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഒരു വിദ്യാസുരൻ പറയുകയാണ്, പ്രകാശവേഗത്തെക്കാൾ 3 ഇരട്ടി വേഗതയുള്ള മിസൈലുകൾ ഇതാ ഉപയോഗിക്കാൻ പോവാണ്. പ്രകാശത്തിന്റെ വേഗത എത്ര അറിയും നിങ്ങൾക്ക്? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്നാണ്. ഒരു സെക്കൻഡിൽ പ്രകാശവേഗതയുടെ 3 ഇരട്ടി വേഗതയുള്ള മിസൈൽ. അങ്ങനെ ഒന്നും ഇപ്പോൾ ഇല്ല. ഇല്ലെങ്കിലും വേണ്ട, ഞങ്ങളത് ഉപയോഗിക്കും, അതാണ് നിലപാട്. ഇതാണ് യുദ്ധ റിപ്പോർട്ടിംഗ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മഹത്തായ ഒരു സൗഹൃദം യാഥാർത്ഥ്യമായി എന്ന് സങ്കല്പിക്കുക. ഒരു ജനതയായിരുന്നവരാണ് പണ്ട്, സാഹോദര്യത്തോടെ. അങ്ങനെ ഒരു സാഹചര്യം വന്നാലോ പിന്നെ കോടാനുകോടികൾ ചെലവഴിച്ച് പട്ടാളത്തിന്റെ വിന്യാസം വേണ്ട, ആയുധ സംവിധാനങ്ങൾ വേണ്ട, ലോകം മുഴുവൻ ഇങ്ങനെ സമാധാനമായി എന്ന് കരുതുക. ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില രാജ്യങ്ങളുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു വരയാണ്, ഒരു വര. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ചില വിദ്വാൻമാർ ഒരു കാലപ്പുറത്തും ഒരു കാലിപ്പുറത്തും ഒക്കെ ഇട്ട് നിന്നിട്ട് 2 രാജ്യങ്ങളിൽ ഒരേ സമയം നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കും. ഒരു കുഴപ്പമില്ല, സമാധാനമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇടയിൽ ഈ സമാധാനം വന്നു എന്ന് കരുതുക, നല്ല സാഹോദര്യം. അന്ന് കട പൂട്ടിപ്പോവുക അമേരിക്കയുടേതാണ്. നമ്മുടെ നാട് പലതരത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് യുദ്ധവും സമാധാനവും. യുദ്ധവും സമാധാനവും എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തുക വിശ്രുതമായ ഒരു ഗ്രന്ഥമാണ്. സ്വാഗത പ്രസംഗത്തിൽ അനിൽകുമാർ സൂചിപ്പിക്കുകയുണ്ടായി ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും. നെപ്പോളിയൻ്റെ ആക്രമണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ടോൾസ്റ്റോയി യുദ്ധവും സമാധാനവും എന്ന നോവൽ എഴുതി പൂർത്തിയാക്കി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് 1869 അദ്ദേഹം അടിസ്ഥാനപരമായി യുദ്ധവിരുദ്ധ നിലപാട് ശക്തമായി സ്വീകരിച്ചിരുന്ന ഒരാളായിരുന്നു. മനുഷ്യസ്നേഹത്തെയും കാരുണ്യത്തെയും ഉയർത്തിപ്പിടിച്ച ലിയോ ടോൾസ്റ്റോയ് എന്ന ലോക സാഹിത്യത്തറവാട്ടിലെ കാരണവർ യുദ്ധവും സമാധാനവും എന്ന നോവൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ച 1869 മഹാത്മാഗാന്ധി ജനിച്ചത്. ഇത് രണ്ടും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ഗാന്ധിജിയും ജീവിതത്തിലുടനീളം മഹാഗിരിനിരകളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ മറ്റൊന്നും എനിക്ക് ലോകത്തെ പുതിയതായി പഠിപ്പിക്കുവാനില്ല എന്ന നിലപാട് സ്വീകരിച്ചതിലൂടെ യുദ്ധരാഹിത്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ മുദ്രാവാക്യമാണ് ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ചത്. അതൊരു കേവല യാദൃച്ഛികതയാണ്. നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും 2 സ്വതന്ത്ര രാഷ്ട്രങ്ങളായി നിലനിൽക്കുമ്പോൾ തന്നെ നാം ഒരൊറ്റ ജനതയായിരുന്നു എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി ഒരു ജനതയായി നിലയുറപ്പിച്ചൊരു സമൂഹമാണ്. രാഷ്ട്രം സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ വിഭജനവും ഒരു യാഥാർത്ഥ്യമായി. 947 വരെ ഒരു ജനതയായി നിലകൊണ്ടവർ 2 രാഷ്ട്രങ്ങളായി ഭിന്നിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രം വേണം എന്ന നിലപാട് മുൻപോട്ട് വെച്ചു. ഇസ്ലാമിനെ രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള ഒരു വഴിയായി ജിന്ന വെട്ടിത്തുറന്നു. അതിനെയാണ് നാം വർഗീയത എന്ന് പറയുന്നത്. എന്താണ് വർഗീയത എന്ന ചോദ്യം പലപ്പോഴും സമൂഹത്തിൽ ഉയർന്നു വരാറുണ്ട്. വർഗീയതയ്ക്ക് ഒരുപാട് നിർവചനങ്ങൾ നൽകാൻ പലരും ശ്രമിക്കാറുമുണ്ട്. എന്നാൽ എന്താണ് വർഗീയത എന്ന ചോദ്യത്തിന് സത്യത്തിൽ ഒരൊറ്റ നിർവചനമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല,
മതത്തെ രാഷ്ട്രീയാധികാരത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് വർഗീയതയുടെ ലളിതവും ഹ്രസ്വവുമായ നിർവചനം. മതത്തെ, വിശ്വാസത്തെ രാഷ്ട്രീയാധികാരത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക, അതാണ് വർഗീയത. ഇന്ത്യൻ വർഗീയതയുടെ പിതാക്കന്മാരാര് എന്ന് ചോദിച്ചാൽ, പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്ക് ഒന്നിലധികം പിതാവുണ്ട്. ഇന്ത്യയിൽ വർഗീയതയുടെ ആദ്യ പഥികർ, ആ ഗണത്തിൽപ്പെടുത്താവുന്നവർ തീർച്ചയായും സവർക്കറും മുഹമ്മദ് അലി ജിന്നയുമാണ്. ജിന്ന ഇസ്ലാമിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം ആവശ്യപ്പെട്ടു, മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം. എന്നാൽ തികഞ്ഞ ഒരു മതവിശ്വാസിയായിരുന്നുവോ ജിന്ന? ആ ചോദ്യം പ്രസക്തമാണ്. അല്ല എന്നാണ് ഉത്തരം. ഇസ്ലാമിക ചര്യയനുസരിച്ച് ജീവിതം നയിച്ച ഒരാളായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന. ഞാനതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ലോകത്തെവിടെയുമുള്ള മുസൽമാൻ പൊതുവിൽ ഏറ്റവും നിഷിദ്ധമാണ് എന്ന് കരുതുന്ന ഒരു ഭക്ഷണമാണ് പന്നിയുടെ മാംസം. നിഷിദ്ധമായി കണക്കാക്കുന്ന പാനീയമാണ് മദ്യം. ഇത് രണ്ടും സുലഭമായി ഉപയോഗിക്കുന്ന ആളായിരുന്നു ജിന്ന. എന്ന് വെച്ചാൽ സത്യവിശ്വാസിയായ ഒരു മുസൽമാന്റെ ജീവിത രീതികളുമായി ഒരു ബന്ധവും ജിന്നയ്ക്കുണ്ടായിരുന്നില്ല. സവർക്കർ വിശ്വാസിയായ ഒരു ഹിന്ദുവായിരുന്നുവോ എന്ന ചോദ്യത്തിനും ഏതാണ്ട് തത്തുല്യമായ ഉത്തരമാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നും ലഭിക്കുക. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നില്ല. എന്നാൽ ഇന്ത്യൻ വർഗീയതയുടെ ആദ്യ പഥികരായിരുന്നു ഇവർ രണ്ടുപേരും. വർഗീയാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ ശക്തമാക്കാൻ, മത റിപ്പബ്ലിക് എന്ന ആശയം മുൻപോട്ട് വയ്ക്കാൻ ഒക്കെ ഇവർ അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, വർഗീയവാദി മതവിശ്വാസിയായിക്കൊള്ളണം എന്നില്ല, മതവിശ്വാസി വർഗീയവാദിയായിക്കൊള്ളണം എന്നുമില്ല. വിശ്വാസം എന്നത് മനുഷ്യൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വിശ്വാസിയാകാം, ആകാതെ ഇരിക്കാം. അത് തീർത്തും നിങ്ങളുടെ വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. എന്നാൽ വർഗീയത എന്നത് അത്തരം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. അത് രാഷ്ട്രീയാധികാരത്തിന് വേണ്ടിയുള്ള കുറുക്കുവഴിയായാണ് ചരിത്രത്തിലുടനീളം ഒരു കൂട്ടം ആളുകൾ ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അവരെ നാം വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാജ്യം കണ്ട വർഗീയവാദികളിൽ ഏറ്റവും മുമ്പനായിരുന്ന ഒരാൾ മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം രാഷ്ട്രീയാധികാരം പിടിച്ചടക്കുന്നതിനുള്ള ഒരു മറയായിരുന്നു. അതാണ് ജിന്നയ്ക്ക് മതം ഒരു മറയായിരുന്നു. അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു മറ അതായിരുന്നു, അത് മാത്രമായിരുന്നു. വിഭജനം യാഥാർത്ഥ്യമായി. പാകിസ്ഥാൻ പ്രത്യേക രാജ്യമായി മാറി. നിഷ്കളങ്കരായ നമ്മുടെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ, ഇതാ മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം ലഭിച്ചിരിക്കുന്നു, അതൊരു വാഗ്ദത്ത ഭൂമിയാണ് എന്ന പ്രതീക്ഷയിൽ പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ കടന്നു ചെന്ന മുസ്ലിങ്ങൾക്ക്, ആദ്യമേ അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരു പർദീസയായി പാകിസ്ഥാൻ പിന്നീട് മാറിയോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇല്ലെന്ന് മാത്രമല്ല, ഇന്ത്യയോടൊപ്പം സ്വതന്ത്രയായ ഭൂപ്രദേശം പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഇന്നും ദാരിദ്ര്യത്തിൻ്റെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും പട്ടിണിയുടെയും ഭരണപരമായ അസ്ഥിരതയുടെയും നാടായി നിലനിൽക്കുകയാണ്. വാഗ്ദത്ത ഭൂമി തേടി കടന്നു ചെന്നവർ, അവരോട് നീതി ചെയ്യാൻ പാകിസ്ഥാന്റെ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഇവിടെ നിന്നും കടന്നു ചെന്ന മുസ്ലിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിച്ചില്ല പാകിസ്ഥാന്. അവരെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കി. അവർക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നു. അങ്ങനെയാണ് ചരിത്രത്തിൽ മൊഹാജിർ ക്വാമി മൂവ്മെന്റ് എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതിൻ്റെ നേതൃത്വം ഡോക്ടർ അൽതാഫ് ഹുസൈൻ ആയിരുന്നു. അവർ മുൻപോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം വി നീഡ് ദ ഫസ്റ്റ് ഗ്രേഡ് സിറ്റിസൺഷിപ്പ് ഓഫ് പാകിസ്ഥാൻ എന്നായിരുന്നു. ഞങ്ങളെയും ഒന്നാം കിട പൗരന്മാരായി കണക്കാക്കണം. എന്തേ ഇസ്ലാമിൻ്റെ പേരിൽ രാഷ്ട്രം വാങ്ങിയവർ എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും തുല്യരായി കണക്കാക്കിയില്ല? മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം രൂപപ്പെട്ടാൽ എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയല്ല, ആ മതത്തിൽപ്പെട്ടവരുടെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമല്ല എന്ന ചരിത്രാനുഭവമാണ് പാകിസ്ഥാൻ നമുക്ക് പകർന്നു നൽകുന്നത്.
ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ദിവസം സ്വതന്ത്രമായെങ്കിലും പാകിസ്ഥാനും ഇന്ത്യയും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ രാജ്യത്തിന് ഏതെല്ലാം കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാലും പാകിസ്ഥാനുമായി താരതമ്യപ്പെടുത്താനാവുമോ? അധിക നാൾ പിന്നിടുന്നതിന് മുൻപ് പാകിസ്ഥാൻ 2 രാഷ്ട്രമായി വിഭജിക്കപ്പെട്ടു, ശിഥിലമായി. ബംഗ്ലാദേശ് പിറവി കൊണ്ടു. ഇപ്പോൾ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു സ്വതന്ത്ര രാഷ്ട്രം ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോവുകയാണത്രേ. പാകിസ്ഥാൻ വീണ്ടും ഒരിക്കൽ കൂടി വിഭജിക്കപ്പെടുമോ? നമുക്ക് കാത്തിരുന്നു കാണാം. അപ്പോ മതരാഷ്ട്രം കെട്ടുറപ്പുള്ള ഭരണം പ്രദാനം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ പോലും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ ദയനീയ പരാജയമാകുന്ന അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ ആമുഖമായി പാകിസ്ഥാന്റെ ഈ ദുര്യോഗം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കാരണം, ഇന്ത്യയിലെ സംഘപരിവാർ നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മതരാഷ്ട്രമായ പാകിസ്ഥാന്റെ ദുരന്തം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ഇവിടെ വെമ്പൽ കൊള്ളുന്നത്. മതരാഷ്ട്രമായി എന്നതുകൊണ്ട് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ തീരില്ല. ഇപ്പൊ എല്ലാവരും മുസ്ലിങ്ങളായി എന്ന് കരുതുക. നമ്മളെല്ലാം ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങളായി. ഇന്ത്യയുടെ പ്രശ്നം തീരുവോ? ജനങ്ങളുടെ ഇടയിൽ സാഹോദര്യം ശക്തിപ്പെടുവോ? ഇല്ല. തൊട്ടടുത്ത ദിവസം മുസ്ലിങ്ങളായി മാറിയ നമ്മളിൽ സുന്നികളായി, ഷിയകളായി, സലഫികളായി, വഹാബികളായി നാം പിരിയും, പൊരുതിപ്പിരിയും, പിരിഞ്ഞു പൊരുതി തീരും. അതാണ് അനുഭവം. നമ്മളെല്ലാം ഹിന്ദുക്കളായി എന്ന് കരുതുക. ഇന്ത്യ മുഴുവൻ ഹിന്ദുക്കൾ. പ്രശ്നങ്ങൾ തീരുമോ? സാഹോദര്യം ശക്തിപ്പെടുമോ? ഇല്ല. തൊട്ടടുത്ത ദിവസം നമ്മൾ വൈഷ്ണവരും ശൈവരുമായി പിരിയും. ബ്രാഹ്മണരായി, ക്ഷത്രിയരായി, വൈശ്യരായി, ശൂദ്രരായി വർണ്ണങ്ങൾ അടിസ്ഥാനമാക്കി നാം പിരിയും. 100,000 ജാതികളായി നാം കൊന്നുതീരും. അതാണ് അനുഭവം. ഇനി ഇത് രണ്ടും വേണ്ട, നമ്മളെല്ലാം കൂടി അങ്ങ് ക്രിസ്ത്യാനികളായി. ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികൾ, ക്രൈസ്തവ രാഷ്ട്രം. പ്രശ്നം തീരുമോ? അടുത്ത ദിവസം കാത്തോലിക്കരായി, പ്രൊട്ടസ്റ്റന്റുകാരായി, മറ്റ് പലരുമായി നമ്മൾ പിരിയും. ഇനി ഇതൊന്നും വേണ്ട. പലരും ഏറ്റവും ആദർശാത്മകമായ തത്വസംഹിതയായി ചൂണ്ടിക്കാണിക്കുന്നതാണ് ബുദ്ധമതത്തിൻ്റെത്. എല്ലാ ഭൗതികമായ അഭിവാഞ്ചകളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കുന്ന, ആത്മത്യാഗത്തോളം എത്തുന്ന മഹത്തായ പ്രത്യയശാസ്ത്രമെന്ന് പലരും പറയാറുണ്ട്. എല്ലാ ആശകളും ഭൗതികമായ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കണം എന്നനുശാസിക്കുന്നു ബുദ്ധമതം. പക്ഷെ ബുദ്ധമതം ശക്തിപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടത് മഹായാനമായി, ഹീനയാനമായി, വജ്രയാനമായി പിരിഞ്ഞു. അതാണ്. ഏതെങ്കിലും ഒരു മതത്തിന് അസാധാരണമായ കരുത്തുണ്ടായാൽ, എല്ലാവരും ആ മതത്തിൽപ്പെട്ടവരായാൽ, സാഹോദര്യവും ഐക്യവും കെട്ടുറപ്പുമല്ല ലോകം കണ്ടത്. അത് ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. പല കാരണങ്ങളാൽ ഭിന്നിച്ച് പരസ്പരം ഏറ്റുമുട്ടി കൊന്നുതീരും. അതാണ് അനുഭവം, പലയിടത്തുമുള്ള അനുഭവം. ഏതെങ്കിലും ഒരു മതത്തിന് അപ്രമാദിത്വം കൈവരിക എന്നത് രാഷ്ട്രത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമേ അല്ല. പിന്നെയോ മതത്തെ ഒരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനാകുമോ എന്ന പരീക്ഷണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ത്യയും അത്തരം പരീക്ഷണങ്ങളുടെ ഒരു വേദിയാണ്. അവിടെയാണ് പാകിസ്ഥാനിലെ ഭീകരവാദത്തെ നാം കണക്കാക്കേണ്ടത്. പാകിസ്ഥാനിലെ ഭീകരവാദവും മതത്തിന്റെ മറയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മതത്തിന്റെ പേരിലാണ്. ലഷ്കർ എ തോയ്ബയായാലും, ജയ്ഷെ മുഹമ്മദ് ആയാലും, ഇപ്പൊ രൂപീകരിക്കപ്പെട്ട TRF ആയാലും എല്ലാം മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പൊതുവിൽ പലരും പറയാറുണ്ട് ഭീകരതയ്ക്ക് മതമില്ല എന്നൊക്കെ. അത് താത്വികമായി ശരിയാണ്. പക്ഷെ മിക്കവാറും ഭീകരരെല്ലാം മതത്തെ മറയായി സ്വീകരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. പാകിസ്ഥാൻ ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് വസ്തുത, അതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഭീകരവാദികളെ കൈയയച്ച് സഹായിക്കുന്ന, സ്വന്തം രാജ്യത്തിൻ്റെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഭീകരവാദികളുടെ സൈനിക പരിശീലന ക്യാമ്പുകൾ നിർബാധം പ്രവർത്തിക്കുന്നതിനാവശ്യമായ പിന്തുണ ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി. അതൊരു വസ്തുതയാണ്. പാകിസ്ഥാൻ തന്നെ അസ്ഥിരമായ ഒരു രാജ്യമാണ്. എത്ര പട്ടാള അട്ടിമറികൾ, എത്ര ഭരണാധികാരികളുടെ ദുരന്തപര്യവസായിയായ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സദാ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ നിലയുറപ്പിക്കുന്നു എന്നത്
ലോകം മുഴുവൻ പൊതുവിൽ ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ നിന്ന് ഊർജം സ്വീകരിക്കുന്ന ഭീകരവാദികളാണ് പഹൽഗാമിൽ ആക്രമണം അഴിച്ചു വിട്ടത്. കഴിഞ്ഞ ഏപ്രിൽ 22 26 പേരെ 4 ഭീകരവാദികൾ വെടിവെച്ചു കൊല്ലുന്നു പഹൽഗാമിൽ. ആ സംഭവം നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു വാർത്തയായി. അത് സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മതം മനസ്സിലാക്കി വെടിവെച്ചു കൊന്നുവെന്നാണ്. മതം മനസ്സിലാക്കി വെടിവെച്ചു കൊന്നുവെന്നാണ്. മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വെടിവെച്ചു കൊന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പഹൽഗാമിലെത്തിയ ഭീകരവാദികൾ മതം നോക്കി മനുഷ്യനെ കൊല്ലാൻ എന്താണ് കാരണം? ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാം എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ? അതിന് സാധ്യതയില്ല. കാരണം അങ്ങനെ വെടിവെച്ച് കൊന്നാൽ തീരാവുന്ന അംഗസംഖ്യയല്ലല്ലോ ഇന്ത്യയിലെ ഹൈന്ദവ ജനത. എത്ര കോടി മനുഷ്യരുണ്ട്? അപ്പം അങ്ങനെ എല്ലാവരും വെടിവെച്ച് കൊന്ന് തീർക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അത്ര ബുദ്ധിശൂന്യരാണോ ഈ കൃത്യം ചെയ്തത്? അല്ല. മറിച്ച് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുന്നതിലൂടെ ഭീകരവാദികൾ ലക്ഷ്യമിടുന്നത് മറ്റൊന്നാണ്. അത് മതപരമായ ശത്രുത ശക്തിപ്പെടുത്തുക, ഇന്ത്യയിലെ ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക, ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർക്കിടയിൽ മുസ്ലിം വിരോധം അണപൊട്ടിയൊഴുകണം. ഇതിന് തിരിച്ചടി ഉണ്ടാവണം. ഇന്ത്യയിൽ മതപരമായ തിരിച്ചടി. അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിൽ ഏർപ്പെടണം. അങ്ങനെ ഹിന്ദു മുസ്ലിം കലാപത്തിന്റെ നാടായി ഇന്ത്യ മാറണം. പരസ്പരം കലഹിച്ച് പരസ്പരം കൊന്നൊടുക്കി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു നാടായി ഇന്ത്യ മാറണം. അതാണ് ഭീകരവാദികളുടെ ലക്ഷ്യം. ഭാഗ്യവശാൽ ഭീകരവാദികളുടെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് കാര്യം നടന്നില്ല. ഭീകരവാദികൾ അഴിച്ചുവിട്ട കൊടും ക്രൂരതയെ പ്രതിരോധിക്കാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചതൊരു മുസ്ലിം സഹോദരനായിരുന്നു. നമ്മുടെ എറണാകുളം സ്വദേശിയായ രാമചന്ദ്രൻ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടു. ആ സന്ദർഭത്തിലുടനീളം സഹോദരങ്ങളെ എന്ന പോലെ അവരുടെ കൂടെ നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് 2 മുസ്ലിം ചെറുപ്പക്കാരായിരുന്നു. രാമചന്ദ്രന്റെ മകൾ പറഞ്ഞു, പഹൽഗാമിൽ വെച്ച് എനിക്ക് എൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് 2 സഹോദരന്മാരെ അവിടെ വെച്ച് ലഭിച്ചു എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ നാട് കാണുകയാണ്. അപ്പോ മതപരമായ കലാപം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭീകരാക്രമണത്തെ ആ അർത്ഥത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ ഭീകരർക്ക് കഴിഞ്ഞില്ല. ഇനിയുള്ളത് ആ ഭീകരവാദത്തെ ചെറുക്കുക എന്നതാണ്. ഭീകരവാദത്തെ പോറ്റി വളർത്തുന്ന അമേരിക്കയെ, പോറ്റി വളർത്തുന്ന പാകിസ്ഥാനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമായ തിരിച്ചടി നൽകുക എന്ന നിലയിലാണ് ഇന്ത്യ നടപടികൾ സ്വീകരിച്ചത്. ഇന്ത്യ തന്നെ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് നമ്മുടെ മുൻപിലുണ്ട്. പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ സൈനിക താവളങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആ താവളങ്ങളിലേക്ക് ആക്രമണം നടത്തുകയാണ് ചെയ്തത്. 9 ഭീകര താവളങ്ങളിലേക്കാണ് ഇന്ത്യൻ ആർമി പ്രത്യേകമായ ഒരു സൈനിക നടപടി സ്വീകരിച്ചത്. നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് പിന്തുണ കൊടുത്തു, CPIM ഉൾപ്പെടെ. എന്തിനാണ് പിന്തുണ? നിരപരാധികളുടെ ജീവൻ കവർന്നെടുക്കുന്ന ഭീകരവാദത്തെ അമർച്ച ചെയ്യണം. അതിനി ആവർത്തിക്കപ്പെട്ടുകൂടാ. ഭീകരവാദികളെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാന്റെ നയം തിരുത്തിക്കണം. അതുകൊണ്ട് പാകിസ്ഥാനിൽ ഭീകരവാദികളുടെ പരിശീലന താവളങ്ങൾക്ക് നേരെ നടത്തിയ സൈനിക നടപടിയെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്തുണച്ചു. രാജ്യത്തിന്റെ നടപടിക്ക് പിന്തുണ നൽകി. എന്നാൽ അതൊരു യുദ്ധത്തിനുള്ള പിന്തുണയാണ് എന്ന് ചിലർ തെറ്റിദ്ധരിക്കുകയാണ്. ഇവിടെ യുദ്ധം എന്നൊരു വാക്ക് ആരും ഉപയോഗിച്ചു പോലുമില്ല. ആലങ്കാരികമായ പ്രയോഗങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നല്ലാതെ. ആദ്യം നടന്നത് ഭീകരരുടെ കൂട്ടക്കൊലയാണ്, ഭീകരാക്രമണം. ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള മറുപടി തിരഞ്ഞെടുക്കപ്പെട്ട ഭീകരരുടെ സൈനിക പരിശീലന ക്യാമ്പുകളിൽ തിരിച്ചടി അഥവാ മറുപടി, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത്. വാർ, യുദ്ധം എന്ന വാക്ക് എവിടെയുമില്ല. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചില്ല. എന്നാൽ പരസ്പരം ചില സൈനിക ആക്രമണങ്ങൾ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും.
9 സൈനിക ഭീകര താവളങ്ങളിൽ ശക്തമായ ആക്രമണം നമ്മുടെ രാജ്യം നടത്തി. ചില ഭീകരർ വധിക്കപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്നുമുള്ള ചില ആക്രമണ ശ്രമങ്ങളെ ഇന്ത്യ തടയുകയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിൽ പക്ഷേ അത്ഭുതകരമായൊരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അത് പെട്ടെന്നൊരു ജനതയാകെ യുദ്ധോന്മാദികളായി മാറി. ആ യുദ്ധാസക്തിയുടെ തുടക്കം നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നായിരുന്നു. അതിനെ 1000 ഇരട്ടിയായി പ്രതിഫലിപ്പിച്ചത് നവമാധ്യമങ്ങളായിരുന്നു. അതിൻ്റെ മുന്നിൽ മലയാള ടെലിവിഷൻ ചാനലുകൾ നിന്നു. ഞാനതിൻ്റെ ഓരോ മിനിറ്റിലെയും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലെയും സംഘർഷ റിപ്പോർട്ടിങ്ങിൻ്റെ അപഹാസ്യതയെ അത്രയും സമയമെടുത്ത് വിശദീകരിക്കണമെന്നൊന്നും കരുതുന്നില്ല. എങ്കിലും ഒരു വള്ളംകളി മത്സരം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ കമൻ്ററി പോലെ, ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ കമൻ്ററി പോലെ അത്യാവേശഭരിതരായി നിലത്ത് ചുവടുറപ്പിച്ച് നിൽക്കാൻ കഴിയാത്തത്ര ആവേശത്തള്ളിച്ചയോടെ ടെലിവിഷൻ ചാനലുകളുടെ ഫ്ലോറിൽ അവതാര വേഷം കെട്ടിയവർ അഴിഞ്ഞാടി. അതാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്തത്? ഒരു ചാനൽ ഉടനീളം വലിയ അക്ഷരത്തിൽ എഴുതി കാണിച്ചത് വാർ ബ്രേക്കിംഗ് എന്നാണ്. വാർ ബ്രേക്കിംഗ്. ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. ആ നിലപാടാണ് ചാനലിൻ്റെത്. ഒരു സിനിമയിൽ കണ്ടില്ലേ, ജഗതിയുടെ കഥാപാത്രം തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയില്ല, കുറെ നേരമായി ഇതിങ്ങനെ ഉടക്കാൻ നിൽക്കുകയാണ്, അവസാനം ഇയാൾ പോയിട്ട് ഉടച്ചു. അതുപോലെയാണ് മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു യുദ്ധം, വാർ ബ്രേക്കിംഗ്. ആ ടെലിവിഷൻ ചാനൽ സ്തോഭജനകമായ ഒരു വാർത്ത ജനങ്ങളുടെ മുൻപാകെ തുറന്നുവിട്ടു. ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടി. പെട്ടെന്ന് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഗൗരവമേറിയ ഒരു നടപടിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഇന്ത്യയിൽ എത്ര എയർപോർട്ടുണ്ട്? ഈ കൊച്ചു കേരളത്തിൽ 4 ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി ഒരു ചാനൽ വാർത്ത കൊടുക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടച്ചുപൂട്ടാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പൂട്ടും, അതാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഒരു വിദ്യാസുരൻ പറയുകയാണ്, പ്രകാശവേഗത്തെക്കാൾ 3 ഇരട്ടി വേഗതയുള്ള മിസൈലുകൾ ഇതാ ഉപയോഗിക്കാൻ പോവാണ്. പ്രകാശത്തിന്റെ വേഗത എത്ര അറിയും നിങ്ങൾക്ക്? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്നാണ്. ഒരു സെക്കൻഡിൽ പ്രകാശവേഗതയുടെ 3 ഇരട്ടി വേഗതയുള്ള മിസൈൽ. അങ്ങനെ ഒന്നും ഇപ്പോൾ ഇല്ല. ഇല്ലെങ്കിലും വേണ്ട, ഞങ്ങളത് ഉപയോഗിക്കും, അതാണ് നിലപാട്. ഇതാണ് യുദ്ധ റിപ്പോർട്ടിംഗ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ അദ്ദേഹം ചില അനിഷ്ടം ആ ചാനലിൽ പ്രകടിപ്പിച്ചു. ഞാനതിനൊന്നും അങ്ങനെ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നേരിയൊരു ആശ്വാസം തോന്നിയത് ഇതേ ചാനലിലെ ഒരു റിപ്പോർട്ടർ, ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു ചെറുപ്പക്കാരൻ, അയാളെ അതിർത്തിയിലേക്ക് വാർത്ത ശേഖരിക്കാൻ ചാനൽ പറഞ്ഞു വിട്ടു. അദ്ദേഹം പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തിയ ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിൽ ചെന്നു. ഷെല്ലാക്രമണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, മുഖാമുഖമുള്ളൊരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് വന്നിട്ടില്ല. അതിനു മുമ്പുള്ള ചില സൈനിക നടപടികളാണ്. പക്ഷെ ഷെല്ലാക്രമണത്തിൽ കുറച്ചു പേർ മരണപ്പെട്ടു. ആ ഗ്രാമത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ചെന്നത്. ഷെല്ലാക്രമണത്തിന്റെ കെടുതികൾ നേരിട്ട് കണ്ടു. തകർന്നു കിടക്കുന്ന വീടുകൾ. ആ ചെറുപ്പക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു, പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചുകുട്ടി പുസ്തകം മടക്കി വെക്കാൻ പോലും സമയം കിട്ടാതെ കുടുംബത്തോടൊപ്പം രക്ഷപ്പെട്ടിട്ടുണ്ടാവാം, പരിക്കു പറ്റിയിട്ടുണ്ടാവാം. ചോര ചിതറിക്കിടക്കുന്ന തകർന്ന ഒരു കെട്ടിടത്തിന്റെ സമീപത്ത് നിന്ന് ആ ചെറുപ്പക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തമാശയ്ക്ക് പോലും യുദ്ധം നടക്കട്ടെ എന്ന് പറയില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? യുദ്ധമൊന്നും നടക്കാതിരിക്കെ തന്നെ ചില സൈനിക നടപടികളുടെ ഭാഗമായ ആക്രമണമുണ്ടായ ഒരു പ്രദേശം നേരിട്ട് കണ്ടപ്പോൾ പ്രകാശവേഗത്തിന്റെ 3 ഇരട്ടി വേഗതയുള്ള മിസൈൽ ഉണ്ടാക്കിയ വിദ്വാന്റെ സഹപ്രവർത്തകൻ പറയുന്നു, ഇനി എൻ്റെ ജീവിതത്തിൽ തമാശയായി പോലും യുദ്ധം നടക്കട്ടെ എന്ന് ഞാൻ പറയില്ല. അതാണ് ഈ സംഘർഷങ്ങളുടെ ബാക്കി പത്രം. യുദ്ധഭൂമി നേരിട്ട് കാണേണ്ടി വന്നിരുന്നെങ്കിലോ എന്താകുമായിരുന്നു സ്ഥിതി? ചരിത്രത്തിൽ അങ്ങനെ ഒരാളെ ഭൂതകാലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് മറ്റാരുമല്ല, അശോകനാണ്. അശോക ചക്രവർത്തിയെ കുറിച്ച് സ്കൂളിൽ നമ്മൾ പഠിക്കുന്നു. കലിംഗ യുദ്ധാനന്തരം ബുദ്ധമതം സ്വീകരിച്ച അശോകൻ
നാട് ഭരിച്ചത് എത്ര കാലം മുൻപാണ്? എത്ര വർഷം മുൻപാണ്? ക്രിസ്തുവിനും മുൻപാണ്. അന്ന് AK-47 ഇല്ല. അന്ന് ഈ പറയുന്ന മിസൈലുകളോ പോർവിമാനങ്ങളോ ഒന്നുമില്ല. വളരെ പ്രാകൃതമായ ആയുധങ്ങളായിരിക്കും ഉണ്ടാവുക. കലിംഗ യുദ്ധാനന്തരം എങ്ങനെയാണ് അശോകൻ മതപരിവർത്തനം നടത്തിയത്? യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിരാശാഭരിതമായ മനസ്സോടെ മാനസികമായ പരിവർത്തനത്തിന് വിധേയനായ ചക്രവർത്തിയല്ല അശോകൻ. പിന്നെയോ കലിംഗ യുദ്ധം ജയിച്ച രാജാവാണ്. കലിംഗ സാമ്രാജ്യം ജയിച്ച രാജാവാണ്. യുദ്ധം ജയിച്ചു. വിജയശ്രീലാളിതനായി മഹാവിജയം പകർന്നു നൽകി ആത്മവിശ്വാസത്തോടെ ആഹ്ലാദാതിരേകത്തോടെ വിജയശ്രീലാളിതനായ ചക്രവർത്തി യുദ്ധഭൂമി സന്ദർശിച്ചു. ജയിച്ചിട്ട് പോയതാണ് യുദ്ധഭൂമി കാണാൻ. അവിടെ കണ്ട കാഴ്ചകളാണ്. ഈ മാധ്യമ പ്രവർത്തകനായ ചെറുപ്പക്കാരനെ പോലെ അശോകൻ ആ യുദ്ധമുഖം കണ്ടപ്പോ തിരിച്ചറിയാനാവാത്ത വിധം ചിതറിക്കിടക്കുന്ന മനുഷ്യന്റെ മൃതശരീരങ്ങൾ, ചലനമറ്റ മൃതശരീരങ്ങൾ, ഒഴുകിപ്പടർന്ന രക്തം, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ, കണ്ണീരും ചോരയും കൂടിക്കുഴഞ്ഞ യുദ്ധഭൂമി കണ്ടപ്പോഴാണ് ഭൗതികമായ നേട്ടങ്ങളുടെ അർത്ഥരാഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ അശോകന് സാധിച്ചത്. ആ അശോകൻ അപ്പോ ബുദ്ധമതം സ്വീകരിച്ചു. ഈ ഭൗതികമായ വിജയങ്ങളിൽ നേട്ടങ്ങളിൽ ഒന്നുമില്ല. അദ്ദേഹം മറ്റൊരു മനുഷ്യനായി മാറി. യുദ്ധഭൂമി കാണാത്തവരായതുകൊണ്ട് ചിലർ യുദ്ധാസക്തരായി തുടരും. ഇതിന്റെ 100 ഇരട്ടി വേഗതയിലാണ്, 100 ഇരട്ടി പ്രഹരശേഷിയോടെയാണ് നവമാധ്യമങ്ങളിൽ ചിലർ ഉറഞ്ഞു തുള്ളിയത്. ഇപ്പൊ യുദ്ധം ചെയ്യണം, തകർത്ത് കളയണം, കത്തിക്കണം, ഒരു ജ്വരമായി പടർന്നു. അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ യുദ്ധോന്മാദത്തിന്റെ നാളുകളിൽ ആക്രമിക്കപ്പെടുമെന്നത് ചരിത്രത്തിലെ ഒരു സത്യമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സമാധാനവാദികളിൽ ഒരാളായിരുന്നു ബർട്രൻഡ് റസൽ. അദ്ദേഹം സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചതിന് ആക്രമിക്കപ്പെട്ടു, പിന്നീട് ജയിലിലടക്കപ്പെട്ടു. അതാണ് ലോകത്തിന്റെ അനുഭവം. അതൊരു സവിശേഷ മാനസികാവസ്ഥയാണ്. ചിലർ യുദ്ധത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള വാദങ്ങൾ നിരത്തുന്നതിന്റെ ഇടയിൽ ചോദിച്ചു, കമ്മ്യൂണിസ്റ്റുകാർക്ക് യുദ്ധം നിഷിദ്ധമാണോ? 2ാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ പങ്കെടുത്തിട്ടില്ലേ? ഹിറ്റ്ലറെ തോൽപ്പിച്ചത് സ്റ്റാലിനല്ലേ? അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ യുദ്ധത്തിനെതിരെ പറയുന്നതിന് എന്തർത്ഥം? എന്താണ് വസ്തുത? നാം കാണേണ്ട ഒരു കാര്യം, കാലം സാവധാനത്തിലാണെങ്കിലും പുരോഗമിക്കുന്നുണ്ട്. പതിയെ പതിയെ നമ്മുടെ ലോകം മെച്ചപ്പെട്ട് വളർന്നു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പണ്ട് 2ാം ലോക മഹായുദ്ധം എന്ന് പറയും, 1ാം ലോക മഹായുദ്ധം എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പോ എഴുത്തുകുത്തുകളിൽ, പുസ്തകങ്ങളിൽ, പുതിയ പ്രയോഗങ്ങളിൽ അങ്ങനെ ആരും പറയുന്നില്ല. 2ാം ലോകയുദ്ധം എന്നാണ് പറയുന്നത്, 1ാം ലോകയുദ്ധം എന്നാണ് പറയുന്നത്. ഒരു വാക്ക് പോയി, മഹാ എന്നൊരു വാക്കിപ്പോൾ ആരും പറയുന്നില്ല. എന്തിനാണ് അങ്ങനെ പറഞ്ഞിരുന്നത്? സെക്കൻഡ് വേൾഡ് വാർ എന്നാണ്. അത് മലയാളത്തിലേക്ക് ആരോ പരിഭാഷപ്പെടുത്തിയപ്പോൾ 2ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ ഗ്രേറ്റ് എന്നൊരു പദം പറഞ്ഞിട്ടില്ല, സെക്കൻഡ് വേൾഡ് വാർ എന്നേ ഉള്ളൂ. പിന്നെ എന്തിനായിരിക്കും ആ മഹാ പറഞ്ഞത്? ആ ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവുക, ഇതൊരു സാധാരണ യുദ്ധമല്ല. യുദ്ധത്തിന്റെ വൈപുല്യം അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, ഇതൊരു ചെറിയൊരു യുദ്ധമല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു വാക്കുകൂടി ചേർത്തതാവണം. എന്നാൽ ഭാഷാശാസ്ത്രത്തിന്റെ മണ്ഡലത്തിൽ സംഭവിക്കുന്ന പുരോഗമനോന്മുഖമായ വളർച്ചയുടെ കൂടി ഭാഗമായിട്ടാവാം ഇപ്പോ ആരും അങ്ങനെ പറയുന്നില്ല. ചിലരിപ്പോഴും 2ാം ലോക മഹായുദ്ധം എന്നൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ അത് ശീലം കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് മാറി വരികയാണ്. എന്തുകൊണ്ടാണ് മാറുന്നത്? എത്ര വൈപുല്യമാർന്ന യുദ്ധമാണെങ്കിലും യുദ്ധത്തോടൊപ്പം ചേർക്കാൻ പറ്റിയ ഒരു വാക്കല്ല മഹാ എന്ന് തിരിച്ചറിയുകയാണ്. യുദ്ധം മഹത്തരമാണ് എന്ന തെറ്റായ ഒരു സന്ദേശം ഒരു പക്ഷേ അത് പകർന്നു കൊടുക്കും. ഒരു യുദ്ധവും മഹത്തരമല്ല, അതുകൊണ്ട് മഹായുദ്ധം വേണ്ട, 2ാം ലോകയുദ്ധം മതി. അതൊരു തിരിച്ചറിവാണ്. അപ്പൊ നമുക്കും ഇനി അങ്ങനെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. 2ാം ലോകയുദ്ധം, ആ 2ാം ലോകയുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ അണിനിരന്നു. അതാണിപ്പോൾ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ന് സോവിയറ്റ് യൂണിയന് യുദ്ധം ചെയ്യാമെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് യുദ്ധം ചെയ്തൂടെ എന്ന് ചിലർ ചോദിക്കുകയാണ്. എന്നാൽ ചരിത്ര യാഥാർത്ഥ്യം എന്താണ്? 2ാം ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ഘട്ടത്തിൽ യുദ്ധമെന്ന് കേട്ട ഉടനെ ആഹാ യുദ്ധം വന്നേ എന്ന് പറഞ്ഞ് സോവിയറ്റ് യൂണിയൻ ഓടിപ്പോയി യുദ്ധത്തിൽ ചേർന്നോ? ഇല്ല. പകരം എന്ത് ചെയ്തു?
യുദ്ധത്തിന് ഞങ്ങളില്ല എന്ന നിലപാടാണ് സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയൻ സ്വീകരിച്ചത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, മൊളോട്ടോവ് റിബൻട്രോപ്പ് പാക്ട് 1939 രണ്ടാം ലോക യുദ്ധം ആരംഭിക്കുന്നത് 39 ആ 39 സോവിയറ്റ് യൂണിയൻ ജർമ്മനിയുമായി ഏർപ്പെട്ടത് അനാക്രമണ സന്ധിയിലാണ്, സമാധാന കരാറിലാണ്. യുദ്ധം ചെയ്യാൻ പോവുകയല്ല. യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ, മനുഷ്യരെ കൊന്നൊടുക്കുന്ന യുദ്ധത്തോടൊപ്പം ഞങ്ങളില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ സോവിയറ്റ് യൂണിയന്റെ വിദേശകാര്യമന്ത്രി മൊളോട്ടോവും ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി റിബൻട്രോപ്പും ഒപ്പുവെച്ച സന്ധിയാണ് മൊളോട്ടോവ് റിബൻട്രോപ്പ് പാക്ട്. അതിന് മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. യുദ്ധത്തിനില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പിന്നെ എപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്? പിന്നീട് ഏറെ കഴിഞ്ഞ് ഒപ്പുവയ്ക്കപ്പെട്ട സമാധാന സന്ധിക്ക് പുല്ലുവില നൽകാതെ ജർമ്മനി, ഹിറ്റ്ലറുടെ ജർമ്മനി ഓപ്പറേഷൻ ബാർബഡോസയുടെ പശ്ചാത്തലത്തിൽ ഏകപക്ഷീയമായി സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുന്നു. സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചപ്പോൾ, സോവിയറ്റ് ജനതയെ കൊന്നൊടുക്കിയപ്പോ, സോവിയറ്റ് യൂണിയൻ എന്ന മഹത്തായ രാഷ്ട്രം ജർമ്മനിയുടെ അടിമരാജ്യമായി മാറേണ്ടി വരും എന്ന തോന്നലുണ്ടായപ്പോ, രാഷ്ട്രത്തെ രക്ഷിക്കാൻ യുദ്ധമല്ലാതെ മറ്റു പോം വഴിയില്ല എന്ന ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. മറ്റൊരു മാർഗവുമില്ല, വലിച്ചിഴക്കപ്പെടുകയായിരുന്നു യുദ്ധത്തിലേക്ക്. സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയും സമാധാന സന്ധി ഒപ്പിടുകയും യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയും അവസാനം സന്ധി ഏകപക്ഷീയമായി ലംഘിച്ച് രാഷ്ട്രം ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ മറ്റൊരു പോംവഴിയുമില്ലാതെ യുദ്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിതമായ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. യുദ്ധത്തിൽ പക്ഷേ ജയിച്ചു. ഹിറ്റ്ലറുടെ പാർലമെന്റിന്റെ മുകളിൽ അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത ചെമ്പതാക ഉയർത്താൻ റഷ്യൻ റെഡ് ഗാർഡുകൾക്ക് കഴിഞ്ഞു. സോവിയറ്റ് ചെമ്പടയുടെ മഹാമുന്നേറ്റത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലർ തന്റെ കാമുകിയെയും വളർത്തുനായെയും കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തു. അതാണ് രണ്ടാം ലോക യുദ്ധത്തിന്റെ പരിസമാപ്തി. ജർമ്മനി പിടിച്ചടക്കി സോവിയറ്റ് സൈന്യം. പക്ഷെ നാം കാണണം, ലോകത്തിന്റെ മുന്നിൽ വിജയശ്രീലാളിതരായി ഹിറ്റ്ലറെ മുട്ടുകുത്തിച്ച, നാസിസത്തിന്റെ ശവമടക്കം നടത്തിയ റഷ്യൻ ചെമ്പടയുടെ പിൻബലത്തിൽ സോവിയറ്റ് യൂണിയൻ, ജോസഫ് സ്റ്റാലിൻ അടുത്തടുത്ത രാജ്യങ്ങളെ പിടിച്ചടക്കി അങ്ങ് മുന്നോട്ട് പോകണം എന്നാണോ തീരുമാനിച്ചത്? അല്ല, അവിടെ വെച്ച് അവസാനിപ്പിച്ചു. സോവിയറ്റ് യൂണിയൻ ഉടനടി ചെയ്തത് ഒരു ലോക സമാധാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. യുദ്ധാനന്തരം സമാധാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത രാജ്യത്തിന്റെ പേരാണ് സോവിയറ്റ് യൂണിയൻ. അത് സാർവദേശീയമായി തന്നെ കമ്മ്യൂണിസ്റ്റുകൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ്. അങ്ങനെയാണ് WPC നിലവിൽ വരുന്നു, വേൾഡ് പീസ് കൗൺസിൽ, ലോക സമാധാന കൗൺസിൽ. ലോക സമാധാന കൗൺസിലിന്റെ ഭാഗമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സമാധാന പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സമാധാന പ്രസ്ഥാനമാണ് AIPSO, ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ. ഈ ഇരിക്കുന്ന അനിൽകുമാർ AIPSOയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സഖാവാണ്. നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം AIPSOയുടെ ഭാഗമാണ്. ലോക സമാധാനം നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യത്തിന്റെ ആവിർഭാവം രണ്ടാം ലോക യുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ നേടിയ മഹാവിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് യൂണിയൻ നൽകിയ സംഭാവനയാണ് ആ മുദ്രാവാക്യം. ലോക സമാധാനം നീണാൾ വാഴട്ടെ. സമാധാനത്തിന് വേണ്ടിയാണ് നിലയുറപ്പിച്ചത്. സമാധാനമാണ് സ്വപ്നം. വേൾഡ് പീസ് കൗൺസിൽ അക്കാലത്ത് മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം സാർവത്രിക നിരായുധീകരണം. ലോകത്തിലെല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ ഉപേക്ഷിക്കണം, ശാശ്വത സമാധാനം ഉണ്ടാവണം, രാഷ്ട്രം രാഷ്ട്രത്തെയും മനുഷ്യൻ മനുഷ്യരെയും ചൂഷണം ചെയ്യാത്ത ഒരു ലോകക്രമം ഉണ്ടാവണം. അതാണ് സ്വപ്നം കണ്ടത്, സമാധാനം. അപ്പൊ ചിലർ ചോദിക്കുകയാണ്, ശരി, മറ്റ് ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ യുദ്ധം പറ്റുമല്ലോ, ഇപ്പൊ ഇന്ത്യയും മറ്റ് ഗത്യന്തരമില്ലാതെയായി, അപ്പൊ നമുക്ക് യുദ്ധം ചെയ്തുകൂടെ? ഇതാര് പറയേണ്ടതാണ്? അത് ഇന്ത്യ പറയേണ്ടതാണ്. ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ സൈന്യം പറഞ്ഞോ? ഇല്ല. ഇന്ത്യ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഞങ്ങൾ യുദ്ധത്തിന് പോകുന്നു എന്നല്ല. ഇത് യുദ്ധമല്ല. പിന്നെയോ തിരഞ്ഞെടുക്കപ്പെട്ട ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ നിയന്ത്രിതാക്രമണം. ഞങ്ങൾ നടത്തിയത് ഭീകരാക്രമണത്തിനെതിരായ തിരിച്ചടിയാണ്, യുദ്ധമല്ല. അതാ പറയുന്നത്. ഇന്ത്യ അത്തരമൊരു ഘട്ടത്തിലെത്തിയിട്ടില്ല എന്ന്
ഇന്ത്യ തന്നെയാണ് പറയുന്നത്. പാകിസ്ഥാൻ പറഞ്ഞോ ഞങ്ങളിതാ യുദ്ധം ചെയ്യാൻ പോവാണ്? ഇല്ല. പാകിസ്ഥാൻ അവരുടെ നാട്ടിൽ നടത്തിയ ഇന്ത്യൻ സൈന്യത്തിന്റെ ആ തിരിച്ചടിക്ക് മറുപടി എന്നോണം അവർ ചില സൈനിക നടപടി സ്വീകരിച്ചു, അവിടെ നിൽക്കുകയാണ്. പക്ഷെ ചാനലുകൾ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധോന്മാദികളായ മനുഷ്യർ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം കൂടിയേ കഴിയൂ എന്ന നിലപാടിലേക്ക് അവരെത്തി. എന്താണ് യുദ്ധമെന്നറിയാത്ത ഒരു ജനതയെ യുദ്ധോന്മാദികളാക്കി മാറ്റുകയാണ്. ആ ഉന്മാദം എത്രമാത്രം സമനില തെറ്റി എന്നതിൻ്റെ തെളിവാണ് ഭരണകൂടത്തിന്റെ നിലപാടുകൾ അനുസരിച്ച് വാർത്താ സമ്മേളനത്തിൽ അത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട ശമ്പളക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ മിസ്ത്രി, അദ്ദേഹത്തിന് നേരെ തെറിയഭിഷേകവും ഭീഷണിയും വന്ന അവസാനം സോഷ്യൽ മീഡിയ കൊണ്ട് പൂട്ടേണ്ടി വന്നു. എന്തിന്? അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ മാത്രം. അദ്ദേഹം തീരുമാനിച്ച യുദ്ധം ചെയ്യാനും പറ്റില്ല, ചെയ്യാതിരിക്കാനും പറ്റില്ല. ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സൈന്യമാണ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. ഇതൊക്കെ വിശദീകരിക്കാൻ ചുമതലപ്പെട്ട ഒരു സെക്രട്ടറിയാണ് ഒരു ശമ്പളക്കാരനായ ഒരു പാവം ഉദ്യോഗസ്ഥൻ. അയാൾ രാജ്യം വിട്ടു പോകേണ്ട സ്ഥിതിയിലെത്തി നിൽക്കുകയാണ്. സൈനിക നടപടികൾ വിശദീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു വനിതാ ഓഫീസർ, ആ വനിതാ ഓഫീസർക്കെതിരെ ഒരു മന്ത്രി ഇപ്പൊ ശബ്ദമുയർത്തി നിങ്ങൾ കണ്ടില്ലേ? ആ മന്ത്രിയുടെയും സമനില തെറ്റിയിരിക്കുകയാണ്. യുദ്ധം എല്ലാ നന്മകളെയും കവർന്നെടുക്കും. യുദ്ധോന്മാദം മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ നന്മകളെയും കവർന്നെടുക്കും. മഹാനായ ലെനിൻ ചോദിക്കുന്നുണ്ട്, മാനവരാശിയെ മുച്ചൂടും മുടിക്കുന്ന മഹാദുരിതങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഈ യുദ്ധങ്ങൾ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നാം ലോക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലെനിൻ ചോദിക്കുന്ന ചോദ്യമാണ്. അതിനുവേണ്ടി കോടിക്കണക്കിന് പണം വിനിയോഗിക്കുന്ന രാജ്യങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ഇന്ന് അന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രസക്തിയുള്ളതാണ്. എന്തുകൊണ്ട്? ഇന്നൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലുള്ള സ്ഥിതി എന്താണ്? പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും ആണവ രാജ്യങ്ങളാണ്. 945 ശേഷം ഒരാണവായുധ പ്രയോഗം ലോകത്തിലെവിടെയും ഉണ്ടായിട്ടില്ല. ഭൂമിയെ 500 തവണ ചുട്ടുകരിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ആണവ രാഷ്ട്രങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് എന്നാണ് കണക്ക്. ഇതിനാണ് 500 വട്ടം ചുട്ടുകരിക്കേണ്ട കാര്യം? ഒറ്റ തവണ ചുട്ടുകരിച്ചാൽ എല്ലാം കഴിഞ്ഞു. ഏത്? ഭൂമി എന്ന ഈ ഗോളത്തിൽ അധിവസിക്കുന്ന സകല ചരാചരങ്ങളും ഭസ്മമായി പോകും. അങ്ങനെ 500 വട്ടം ഭസ്മമാക്കാന്ന്. ഒരു വട്ടം ഭസ്മാക്കിയാൽ പിന്നെ എന്തിനാണ് ബാക്കി 499? അതാണ് യുദ്ധഭ്രാന്ത്. ഉപയോഗിക്കാൻ അല്ലെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പൊ 500 തവണ ഭൂമിയെ ചുട്ടുകരിക്കാനുള്ള ആണവായുധങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് എന്നാണ് പറയുന്നത്. അത് പ്രയോഗിക്കപ്പെട്ടാലോ ആരാണ് അവശേഷിക്കുക? ആരാണ് അവശേഷിക്കുക? ഇന്ത്യയിലും പാകിസ്ഥാനിലും രണ്ട് രാജ്യങ്ങളുടെ കൈവശവും ആണവായുധങ്ങളുണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് ഒരു യുദ്ധം വളർന്നു വന്നാൽ ആരാണ് അവശേഷിക്കുക? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതിരിക്കുന്നത്? വിശ്രുതനായ ഭൗതിക ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞു, ഏറ്റവും ചിന്തോദ്ദീപകമായ അദ്ദേഹത്തിന്റെ ഒരു വാചകം ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു 3ാം ലോക യുദ്ധത്തിൽ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടും എന്ന് എനിക്കിപ്പോൾ പറയാനാവില്ല, എനിക്കത് പ്രവചിക്കാനേ കഴിയില്ല. പക്ഷെ 4ാം ലോക യുദ്ധത്തിൽ ഏതായുധങ്ങളാണ് പ്രയോഗിക്കപ്പെടുക എന്ന് എനിക്ക് ഉറപ്പായും പ്രവചിക്കാൻ കഴിയും. അത് ആയിരിക്കില്ല, അത് കല്ലും കമ്പും ഒക്കെ ആയിരിക്കും എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? 2 ലോകയുദ്ധങ്ങൾ കണ്ടു. ഇനി 3ാമതൊരു യുദ്ധം അങ്ങനെ ഉണ്ടായാൽ അതിൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങൾ എவ்விധമായിരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ നാം ആർജിച്ച മഹാപുരോഗതിയുടെ ഭാഗമായി ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ? നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ ഭസ്മമാക്കി കളയാൻ പറ്റുന്ന ആയുധങ്ങൾ. അപ്പൊ ഏത് തരത്തിലുള്ള ആയുധങ്ങളും പ്രയോഗിക്കപ്പെടും. അത് ഏതൊക്കെ തരത്തിലായിരിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു 4ാം ലോക യുദ്ധം ഉണ്ടായാൽ എന്താ കാരണം? 3ാം ലോക യുദ്ധത്തോടെ കഴിഞ്ഞു, മനുഷ്യരാശി അസ്തമിച്ചു. പിന്നെ കോടാനുകോടി വർഷങ്ങൾ ഒരു പക്ഷെ കഴിഞ്ഞ് പുതിയ ജീവബിന്ദുക്കൾ മുളപൊട്ടി അതിൽ നിന്ന് പരിണാമചക്രങ്ങൾ പൂർത്തിയായി പുതിയ മനുഷ്യനുണ്ടായി വന്നാൽ അന്നുണ്ടാവുന്ന ഒരു യുദ്ധമായിരിക്കും 4ാം ലോക യുദ്ധം. അത് വളർച്ചയുടെ ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുന്ന മനുഷ്യരെന്ന നിലയിൽ അമ്പും വില്ലും വടിയും കല്ലും ഒക്കെ ഉള്ള യുദ്ധമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നേ ഉള്ളൂ, ഇനി ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതോടെ മനുഷ്യരാശി അസ്തമിച്ചു പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു വൻ ദുരന്തത്തിന്റെ മുന്നിലാണ് ലോകം നിൽക്കുന്നത്.
അപ്പോ സമാധാനത്തിന് വേണ്ടി ശബ്ദമുയർത്തുക എന്നത് ഈ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും ആദ്യത്തെ മുദ്രാവാക്യമായി മാറുകയാണ്. പിന്നെയും എങ്ങനെയാണ് ഈ യുദ്ധഭ്രമം പൊട്ടിപ്പുറപ്പെടുന്നത്? ആരാണ് യുദ്ധത്തിന് കാത്തിരിക്കുന്നത്? യുദ്ധത്തിൽ ആർക്കാണ് ലാഭം? നാം ഗൗരവതരമായി ചിന്തിക്കേണ്ട, പരിശോധിക്കേണ്ട, പഠിക്കേണ്ട ഒരു കാര്യമാണത്. ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള കച്ചവടം ഏതാണ് നിങ്ങൾക്കറിയൂ? അത് എണ്ണയുടേതാണോ, ഭക്ഷ്യധാന്യങ്ങളുടേതാണോ, പഴവർഗ്ഗങ്ങളുടേതാണോ, വസ്ത്രങ്ങളുടേതാണോ? ഒന്നുമല്ല, ആയുധം. ലോകത്തിലെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് ആയുധ വ്യാപാരമാണ്. പടക്കോപ്പുകളുടെ, പോർവിമാനങ്ങളുടെ, അത്യന്താധുനികമായ തോക്കുകളുടെ, ആയുധ സംവിധാനങ്ങളുടെ, പ്രതിരോധ സംവിധാനങ്ങളുടെ ഒക്കെ കച്ചവടമാണ്. അതിന് ഇത്രയാണ് വില എന്നില്ല. പെട്രോളിനും ഡീസലിനും ഒക്കെ ഇന്ത്യയിൽ തോന്നിയ വിലയാണെങ്കിലും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ ബാരലിന് ഇത്ര ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ട്. എന്നാൽ രാഷ്ട്രങ്ങൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് ആര് വില നിശ്ചയിക്കും? അത് ആയുധ കച്ചവടക്കാരാണ് വില നിശ്ചയിക്കുക. ആരാണ് ലോകത്തിന്റെ ആയുധ കച്ചവടക്കാർ? പല രാജ്യങ്ങളും ആയുധം ഉണ്ടാക്കുന്നുണ്ട്, വിൽക്കുന്നുമുണ്ട്. എന്നാൽ ആഗോള ആയുധ വിപണിയിലെ മൊത്തം കച്ചവടത്തിന്റെ 42% കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഒരേ ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക. അതാണ് ആഗോള ആയുധ കച്ചവടക്കാരന്റെ പേരാണ് അമേരിക്ക. എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു, അമേരിക്കൻ ദേശീയ വരുമാനത്തിന്റെ ഗണ്യമായ പങ്കും അവർക്ക് ലഭിക്കുന്നത് ആയുധ കച്ചവടത്തിലൂടെയാണ്. ലോകത്തിൽ പല രാജ്യങ്ങളും നിലനിൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രംഗമുണ്ടാവും. ഇന്ത്യ ഇപ്പോഴും അറിയപ്പെടുന്നത് കാർഷിക രാജ്യം എന്നാണ്. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജീവിക്കാൻ ആശ്രയിക്കുന്നത് കൃഷിയെയാണ്. അതാണ് നാം കാർഷിക രാജ്യം. ചില മധ്യേഷ്യൻ രാജ്യങ്ങൾ, വെനസ്വല പോലെയുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ ദേശീയ വരുമാനത്തിന്റെ മുഖ്യ പങ്കും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എണ്ണയിലാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, എണ്ണ കുടിച്ചെടുക്കുന്ന, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഇറാനെ കുറിച്ച് പറയാറ് പ്രകൃതിവാതകമാണ് ഇറാന്റെ നട്ടല്. അമേരിക്കയോ ആയുധമാണ്. കൃഷിയല്ല, എണ്ണയല്ല, പ്രകൃതിവാതകമല്ല, വ്യാപാരമല്ല, ആയുധമാണ്. ആയുധം വിറ്റ് ജീവിക്കുന്ന രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന രാജ്യം ഏതാണ്? സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ അടുത്ത് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 4-5 കൊല്ലത്തെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണെന്നാണ് പറയുന്നത്. ഇന്ത്യ അങ്ങനെയാണ് പറയുന്നത്. ഏകദേശം 10% വരും അത്രയാണ്. ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും കൂടി ബാക്കി 90%. ഇന്ത്യ ഒറ്റക്ക് ഏതാണ്ട് 10%. ഇതിൻ്റെ ലളിതമായ സാമ്പത്തിക ശാസ്ത്രം എന്താണ്? ഉള്ള കാശ് മുഴുവൻ കൊടുത്ത് ആയുധം വാങ്ങുകയാണ് നമ്മൾ. അമേരിക്ക ഉള്ള ആയുധം മുഴുവൻ വിറ്റ് കാശ് വാങ്ങുകയാണ്. ഇതാണ് വ്യത്യാസം. ലോകത്തിൽ സംഘർഷങ്ങൾ ഇല്ലാതെയായാൽ ലോകത്തിലെല്ലായിടത്തും സമാധാനം വന്നു എന്ന് സങ്കല്പിക്കുക. അത് നമ്മുടെ സ്വപ്നമാണ്. എല്ലാ ലോകരാജ്യങ്ങളിലും സമാധാനം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷങ്ങളില്ല. സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും 100 പൂക്കൾ വിടരുന്ന ഒരു മഹാവസന്തം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രൂപപ്പെട്ടു. സാഹോദര്യത്തോടെ പുലരുന്നു. ഇപ്പൊ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള അതിർത്തി കണ്ടിട്ടുള്ളവരൊരു പക്ഷേ ഉണ്ടാവും. ജയ്ഗാവ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഗ്രാമമാണ്. ഒരു ചെറിയ ഗേറ്റ് അവിടെ കാണാം. ആ ഗേറ്റിനപ്പുറം ഭൂട്ടാനാണ്. ഭൂട്ടാൻകാർ ആ സ്ഥലത്തെ വിളിക്കുക ഫുഡ്സ്ലിംഗ് എന്നാണ്. അവിടെ നോക്കിയാൽ ഒരു ചെറിയ ടാർപ്പായ വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ താഴെ നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ഫൈബർ കസേര ഇട്ടിട്ട് ഒരു പട്ടാളക്കാരൻ ഇരിപ്പുണ്ട്, ഇന്ത്യൻ പട്ടാളക്കാരൻ. അയാളുടെ കയ്യിൽ തോക്കൊന്നുമില്ല. അയാൾ അവിടെ വെറുതെ ഇരിക്കുന്നു. ഇന്ത്യൻ ആർമിയുടെ ഒരു സാന്നിധ്യം. അപ്പുറത്ത് ഭൂട്ടാനിൽ പോയപ്പോൾ അവിടെ പട്ടാളക്കാരനെയും കണ്ടില്ല. ചിലപ്പോൾ അല്ല ചായം കുടിക്കാൻ പോയാണോ എന്നറിയില്ല, കാണുമായിരിക്കും ചിലപ്പോൾ. ഇതാണ് സ്ഥിതി. എന്താ കാരണം? ഒരു സംഘർഷവും ഇല്ല, നല്ല സമാധാനം. ഇവിടെ നിന്ന് ഭൂട്ടാനിലേക്ക് പോകണമെങ്കിലും ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും ഒരു വിലക്കുമില്ല. നമുക്ക് വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, ഭൂട്ടാൻ സന്ദർശിക്കാൻ പോവാൻ. അവിടുത്തെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് 100 രൂപ, ഇന്ത്യൻ രൂപ കൊടുത്താൽ അവർ വാങ്ങി വെക്കും. അവിടെ ഇവിടെയൊക്കെ ഇതാണ് സ്ഥിതി. ഇതേ സാഹചര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വന്നു എന്ന് സങ്കല്പിക്കുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മഹത്തായ ഒരു സൗഹൃദം യാഥാർത്ഥ്യമായി എന്ന് സങ്കല്പിക്കുക. ഒരു ജനതയായിരുന്നവരാണ് പണ്ട്. സാഹോദര്യത്തോടെ അങ്ങനെ ഒരു സാഹചര്യം വന്നാലോ പിന്നെ കോടാനുകോടികൾ ചെലവഴിച്ച് പട്ടാളത്തിൻ്റെ വിന്യാസം വേണ്ട, ആയുധ സംവിധാനങ്ങൾ വേണ്ട,
ലോകം മുഴുവൻ ഇങ്ങനെ സമാധാനമായി എന്ന് കരുതുക. ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില രാജ്യങ്ങളുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു വരയാണ്, ഒരു വര. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ചില വിദ്വാൻമാർ ഒരു കാലപ്പുറത്തും ഒരു കാലിപ്പുറത്തും ഒക്കെ ഇട്ട് നിന്നിട്ട് രണ്ട് രാജ്യങ്ങളിൽ ഒരേ സമയം നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കും. ഒരു കുഴപ്പമില്ല, സമാധാനമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇടയിൽ ഈ സമാധാനം വന്നു എന്ന് കരുതുക, നല്ല സാഹോദര്യം. അന്ന് കട പൂട്ടിപ്പോവുക അമേരിക്കയുടേതാണ്. അന്ന് മുതൽ പട്ടിണിയിൽ കൂപ്പുകുത്താൻ പോകുന്ന രാജ്യം അമേരിക്കയാണ്. എല്ലായിടത്തും സമാധാനം വന്നാൽ പിന്നെ ഇവന്റെ വെടിക്കോപ്പുകൾ ആര് വാങ്ങും? ഇവന്റെ പോർ വിമാനങ്ങൾ കൊണ്ട് എന്ത് കാര്യം? ഇവന്റെ പടക്കോപ്പുകൾ ആർക്കു വേണം? അപ്പൊ ലോകത്തിലെവിടെയും സമാധാനം ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നത് ആയുധ കച്ചവടക്കാരാണ്, സാമ്രാജ്യത്വമാണ്. ആയുധ കച്ചവടം എന്ന ആധുനിക കാലത്തെ ഏറ്റവും മനുഷ്യത്വരഹിതമായ വ്യവസായമാണ്. ആ വ്യവസായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വൻകിട കമ്പനികളാണ്, അതിന്റെ മുതലാളിമാരാണ്, അവരെ നിയന്ത്രിക്കുന്ന സാമ്രാജ്യത്വമാണ്. അവരുടേതാണ് യുദ്ധങ്ങൾ, അവരുടേതാണ് യുദ്ധങ്ങൾ. ആ യുദ്ധത്തിന് ഒപ്പം നിൽക്കുകയല്ല ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. ചിന്താശേഷിയുള്ള സകല മനുഷ്യരും ലോകത്തിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നവരാണ്. അങ്ങനെയേ ചിന്തിക്കാൻ പാടുള്ളൂ. എന്നാൽ നാളെ ഒരു നിമിഷാർത്ഥത്തിൽ ഭീകരവാദികൾ കൂടുതൽ കരുത്താർജിച്ച് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടാലോ? അതൊരു സാങ്കല്പികമായ ചോദ്യമാണ്. അതിന്റെ സാങ്കല്പികമായ ഉത്തരം പ്രതിരോധിക്കേണ്ടി വരും, യുദ്ധം ചെയ്യേണ്ടി വരും. പക്ഷെ അത് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കലാണ്. ആഗ്രഹിച്ച ആവേശത്തോടെ പോയി പങ്കാളിയാവുന്ന യുദ്ധമല്ല, ഗത്യന്തരമില്ലാതെ ചെന്നേർപ്പെടേണ്ടി വരുന്ന യുദ്ധമാണ്. അങ്ങനെ ഒരു യുദ്ധം വന്നാൽ പോലും നമ്മുടെ സ്വപ്നം സമാധാനമായിരിക്കണം, സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരിക്കണം. നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് സമാധാനം എന്ന മുദ്രാവാക്യമായിരിക്കണം. നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ആ ലക്ഷ്യമായിരിക്കണം. അതിന് പകരം യുദ്ധാസക്തി നിറയ്ക്കുന്നവർ യുദ്ധത്തിന്റെ ഗൗരവം തിരിച്ചറിയാത്തവരാണ്. അതോടൊപ്പം ഇപ്പോ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന സ്ഥിതി എന്താണ്? വെടിനിർത്തൽ, നല്ല കാര്യം. യുദ്ധത്തിലേക്ക് പോയില്ല. മാധ്യമങ്ങളിലെയും പുറത്തുമുള്ള യുദ്ധോന്മാദികളായ സകല മനുഷ്യവിരുദ്ധരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് വെടിനിർത്തൽ യാഥാർത്ഥ്യമായി. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ സൈനിക താവളങ്ങൾ ആക്രമിച്ചപ്പോൾ മുൻപിൻ നോക്കാതെ ഭീകരതയ്ക്കെതിരായ നടപടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ നമ്മുടെ പാർട്ടി ഉൾപ്പെടെ. ഇപ്പോൾ വെടിനിർത്തലായി. ഇനി സ്വാഭാവികമായി രാജ്യത്ത് ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ഘട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്താതിരുന്നത് ഭീകരതയ്ക്കെതിരായ സമരം അടിയന്തരമായും മുൻപോട്ട് പോകേണ്ടതാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. ഇപ്പൊ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യങ്ങളുണ്ട്. ഒരു യുദ്ധോന്മാദത്തിന്റെ അവസ്ഥയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ഒരു കൂട്ടം ആളുകൾ പിന്നെയും പിന്നെയും ആഞ്ഞു പ്രചരിപ്പിച്ചത് പഹൽഗാമിൽ ഇത്രയും പേരെ കൊന്നില്ലേ എന്നാണ്. ആ കൊന്നവർക്കെതിരെ സൈനിക നടപടിക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തത്, അത് വേറെ കാര്യം. ഇനി പഹൽഗാം കൂട്ടക്കൊലയിലേക്ക് വന്നാലോ? ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുക. ഇവിടെ ഇരിക്കുന്നവരിൽ കുറച്ചു പേരെങ്കിലും ഒരു പക്ഷേ പഹൽഗാം സന്ദർശിച്ചിട്ടുള്ളവരായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പഹൽഗാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും മനോഹരിയായ ഒരു താഴ്വരയാണ്. ഇടർ നദിയുടെ തീരത്തെ ഒരു മനോഹര താഴ്വര. അവിടെ നിന്നും ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ഒക്കെ അപ്പുറം ഇപ്പുറം മാറിയിട്ടാണ് നൂറുകണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. കൊച്ചു കൊച്ചു താഴ്വരകൾ, തുരുത്തുകൾ. അതാണ് ഈ ബൈസരൻ വാലി, ബദാബ് വാലി, ആരോ വാലി, ചന്ദൻവാടി എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായ താഴ്വരയിൽ നമ്മുടെ ദൃഷ്ടിപരിധിക്കുള്ളിൽ ഒതുങ്ങുന്ന സ്ഥലമാണ്. അത്രയേ ഉള്ളൂ. നോക്കിയാൽ അറ്റം കാണാൻ കഴിയുന്ന അത്ര ചെറിയ തുരുത്തുകളാണ്, മനോഹരമായ താഴ്വരകളാണ്. ബദാബ് എന്ന് പറയുന്ന പഴയൊരു ഹിന്ദി സിനിമയുണ്ട്. ആ സിനിമ ചിത്രീകരിച്ച സ്ഥലമാണ് ബദാബ് വാലി എന്നിപ്പോൾ അറിയപ്പെടുന്നു. അതിമനോഹരമാണ്. ഈ ബദാബ് വാലിക്കും ചന്ദൻവാടിക്കും ഒക്കെ ഉള്ളൊരു ഗുണം, അവിടെ വരെ നിങ്ങൾക്ക് കാറിൽ പോകാം, സ്ഥലം വരെ പോകാൻ പറ്റും. എന്നാൽ ഭീകരർ ആക്രമണം അഴിച്ചുവിട്ട ബൈസരൻ വാലി നിങ്ങൾക്ക് കാറിൽ പോകാൻ പറ്റില്ല. താഴ്വരയിൽ വാഹനം നിർത്തിയ ശേഷം ദുഷ്കരമായ പാതയിലൂടെ ആയാസപ്പെട്ട് നടക്കണം, അല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് പോകണം. അങ്ങനെ പോയാൽ മാത്രമേ ഇവിടെ എത്തിച്ചേരൂ. എത്തിച്ചേർന്നാൽ അതിമനോഹരമായൊരു ദുരിതം. അവിടെയാണ് 26 പേരെ നിഷ്ഠൂരമായി വധിച്ചത്. ഇവിടെ ഉയരുന്ന ചോദ്യം ഞാനിപ്പോഴും ഓർക്കുന്നു. ആദ്യമായി പഹൽഗാമിലേക്ക് പോകുമ്പോൾ, ശ്രീനഗറിൽ നിന്നും പഹൽഗാമിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ കുറേ ഗ്രാമങ്ങളിലൂടെയാണ് കടന്നു പോവുക. ഇന്ത്യയുടെ കുങ്കുമപ്പാടം എന്നറിയപ്പെടുന്ന പാമ്പോറ നമ്മൾ കടന്നു പോകുന്ന ഒരു ഗ്രാമമാണ്. ഗോറിപ്പോറ, അവന്തിപ്പോറ, പുൽവാമ,
അനന്തനാഗ്, അങ്ങനെ കടന്നാണ് നാം പഹൽഗാമിലെത്തുക. ഇവിടെ എല്ലാം ഒരു 100 മീറ്റർ 200 മീറ്റർ ഇടപെട്ട് സായുധരായ പട്ടാളക്കാർ നിൽക്കും. റോഡിൻ്റെ സൈഡിൽ അവരുണ്ടാവും. ഓരോ സൈനികനെയും മറികടന്നാണ് നമ്മളിങ്ങനെ യാത്ര മുൻപോട്ട് പോകുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം പട്ടാളം ഉണ്ടാവും, സായുധ സൈന്യം അവിടെ എല്ലാം. എന്തിനാണ് ഇത്രയും പട്ടാളം? മറ്റൊന്നുമല്ല, ഈ പഹൽഗാമിൽ ഇതിനു മുൻപ് ഭീകരർ വന്നിട്ടുണ്ട്. വിദേശ വിനോദസഞ്ചാരികളെ അന്ന് തട്ടിക്കൊണ്ടുപോയി ഓരോരുത്തരെയായി കൊന്നു. അതാണ് നമ്മുടെ അനുഭവം. ഇന്ത്യയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ, ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് കാണാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ആ പഹൽഗാമിൽ ഭീകരവാദികൾ കടന്നു വന്ന വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. അത് നമുക്കുള്ളൊരു പാഠമായിരുന്നു. നാം ജാഗ്രത പാലിച്ചു. അവിടങ്ങളിലെല്ലാം ഈ സുരക്ഷ ഏർപ്പെടുത്തി. ഒരിക്കൽ കൂടി ഇത്തരമൊരാക്രമണം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത, അതാണ് അവിടെ ഉണ്ടായിരുന്നത്. എപ്പോൾ നിങ്ങൾ പോയാലും ഈ പട്ടാളത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. എന്നാൽ ഒരു മലയാളി ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടന്നപ്പോൾ ബൈസരൻ വാലിയിൽ ഒരൊറ്റ പട്ടാളക്കാരനുണ്ടായിരുന്നില്ല. എന്തു സംഭവിച്ചു? എന്തുകൊണ്ടാണ് സൈനിക സാന്നിധ്യം ഇല്ലാതെ പോയത്? ടിക്കറ്റ് വാങ്ങിയിട്ടാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നത്. അവരുടെ ജീവന് സുരക്ഷിതത്വം നൽകാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? എന്താണ് സംഭവിച്ചത്? പിന്നെ നേരത്തെ സൂചിപ്പിച്ചു, അവിടേക്ക് വരണമെങ്കിൽ നടന്നു വരണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വരണം. അപ്പൊ ഈ ഭീകരവാദികളും അങ്ങനെയാണ് അവിടെ വരിക. അല്ലാതെ അവർക്ക് ആകാശത്തൊന്ന് പൊട്ടിവീഴാൻ പറ്റില്ല. കിലോമീറ്ററുകൾ താണ്ടി പഹൽഗാമിലെത്തി ബൈസരൻ വാലിയിലേക്ക് കിലോമീറ്ററുകൾ നടന്നു വന്നു സായുധരായ ഭീകരവാദികൾ. കൂട്ടക്കൊല നടത്തിയ ശേഷം അതേപോലെ നടന്നുപോയി. നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് മറുപടി പറയണ്ടേ? മുൻപ് വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊന്ന അനുഭവമുള്ളിടത്ത് എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കിയില്ല? മറുപടി പറയണ്ടേ? ഇന്ത്യ ഗവൺമെന്റ് വിശദീകരിക്കണ്ടേ? ഇന്ത്യയിലെ പൗരന്മാരുടെ ജീവന് നിങ്ങൾ എന്ത് വില നൽകി? ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനില്ലേ? ഒപ്പം ഈ കൂട്ടക്കൊല നടത്തിയ ഭീകരവാദികളെ എന്തു ചെയ്തു? അവരെ പിടികൂടാൻ കഴിഞ്ഞോ? അവരെ കൈമാറണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടോ? എന്ത് നിലപാടാ കാര്യത്തിൽ സ്വീകരിച്ചു? ഇപ്പൊ വെടിനിർത്തൽ സ്വാഗതം ചെയ്യുന്നു, സമാധാനം ഉണ്ടാവണം. എന്നാൽ വെടിനിർത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്യുന്നു, ഞാൻ ഇടപെട്ടൊക്കെ സബൂറാക്കി എന്നാണ്. മലബാറിൽ അങ്ങനെ പറയാ, ഒക്കെ കോംപ്രമൈസ് ആക്കി എന്ന് പറയും. മറ്റേ സിനിമയിൽ പറഞ്ഞാൽ കോംപ്ലിമെന്റ്സ് ആക്കി, എല്ലാം ആക്കി. അതിന് നീ ആരടാ എന്ന് ചോദിക്കാൻ കഴിയണ്ട ഇന്ത്യക്ക്? പണ്ടങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വിവിധ സന്ദർഭങ്ങളിൽ അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചപ്പോ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു ഇന്ത്യ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതാണ് നമ്മുടെ നിലപാട്. അത് ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കൂടിയാലോചനകളുടെ ഭാഗമായി ഒക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കുക. ഇതാണ് സ്വാതന്ത്ര്യ ലബ്ധി മുതൽ ഇങ്ങോട്ട് പിന്തുടരുന്ന നമ്മുടെ നയം. ഒരു മൂന്നാം കക്ഷി അതിനിടയിൽ കൊണ്ട് ഇടപെടിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത്? അന്തസ്സുള്ള ഒരു രാജ്യവും സമ്മതിക്കില്ല. അതൊരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യലാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെ ആ അർത്ഥത്തിൽ അമേരിക്ക ചോദ്യം ചെയ്തിരിക്കുന്നു. പറയണ്ടേ മറുപടി? നമ്മൾ അനുവദിച്ചോ? അനുവദിച്ചെങ്കിൽ ഏത് സാഹചര്യത്തിൽ? ഇന്ത്യയിലെ ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കണ്ടേ? ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഒപ്പം 2016 നവംബർ 8 ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നടത്തി. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിച്ചു. എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അന്നെന്താ RSS പ്രചാര കേന്ദ്രങ്ങൾ രാജ്യമാകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നടപടി ഭീകരവാദത്തെ തുടച്ചു നീക്കാനാണ്. ഇനി ഭീകരവാദികൾ ശ്വാസം മുട്ടിച്ചാവും. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നുക 1000-ന്റെ 500-ന്റെ നോട്ടില്ലെങ്കിൽ ഭീകരവാദികളെല്ലാം മരിച്ചു പോകുന്നതാണ്. ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള നടപടിയാണ് എന്നാണ് വിശദീകരിച്ചത്. രാജ്യത്തിന് മേൽ വിവരിക്കാനാവാത്ത കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ആ നടപടി ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഉതകിയോ? ആ ചോദ്യം ഉയരണ്ടേ? ആ നടപടിയുടെ ഭാഗമായി ഭീകരവാദത്തിന് എന്തെങ്കിലും കുറവുണ്ടായോ? അതൊരു ഭ്രാന്തൻ നടപടിയായിരുന്നുവെന്ന് ഇനിയെങ്കിലും സമ്മതിക്കണ്ടേ? ഭീകരവാദത്തെക്കുറിച്ച്
പൊലിഞ്ഞുപോയ ഇന്ത്യൻ പൗരന്മാരുടെ ജീവനെക്കുറിച്ച്, ഇന്ത്യയുടെ പരമാധികാരത്തെ പരിഹസിക്കുന്ന അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് ഒക്കെ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് മാത്രമേ ഈ സാഹചര്യത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ശരിയായ ഒരു സമാധാനം ലഭിക്കുകയുള്ളൂ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത്, അനിവാര്യമായ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടാൽ അതുപോലും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പരിണമിക്കേണ്ടത് എന്ന നിലപാടേ മനുഷ്യസ്നേഹികൾക്ക് സ്വീകരിക്കാൻ കഴിയും. യുദ്ധവിരുദ്ധ നിലപാടേ യാഥാർത്ഥ്യബോധമുള്ള മനുഷ്യർക്ക് സ്വീകരിക്കാൻ കഴിയും. അപ്പോഴും ചിലർ സംശയാലുക്കളായി മാറി ചോദിക്കുന്നുണ്ട്, പലസ്തീൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? സാധാരണക്കാരായ മനുഷ്യർ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന അവയവങ്ങളല്ല സംഘപരിവാർ അതിനായി ഉപയോഗിക്കുന്നത് എന്നതാണ് പ്രശ്നം. പലസ്തീന്റെ പ്രശ്നത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? പലസ്തീനിൽ ഏതെങ്കിലും ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടായിരുന്നു? അല്ല. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി പലസ്തീനിൽ നിന്നും മിസൈൽ വിക്ഷേപിച്ചു. അതിനെയാണോ പിന്തുണച്ചത്? തൊട്ടടുത്ത നിമിഷം തന്നെ ഇസ്രായേൽ യുദ്ധം തന്നെ ആരംഭിച്ചു. എന്തായിരുന്നു നിലപാട്? 2023 ഒക്ടോബർ 7-നല്ല പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ആരംഭിക്കുന്നത്. ചില മാന്യന്മാരുടെ വിശകലനത്തിൽ ഒക്ടോബർ 7 മുതൽ ഇങ്ങോട്ടാണ് ചരിത്രം. അവിടുന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഒരു പ്രശ്നത്തെ അപഗ്രഥിക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നത്തെ നേരിടാനുള്ള ആർജവം വേണം. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം എപ്പോൾ മുതലാണ് ലോകത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ 948 മുതലാണ്. ഞാൻ ആ വിശദമായ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. 948-ലാണ് രണ്ടാം ലോക യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ ബ്രിട്ടൻ മുൻകൈയെടുത്ത് അമേരിക്കയുടെ പിന്തുണയോടെ ഒരു പുതിയ രാജ്യം ഉണ്ടാക്കുകയാണ്. ആ രാജ്യരൂപീകരണത്തിന് ആസ്പദമായിട്ടുള്ള കത്ത്, അതിന്റെ വിശദാംശങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒരുപാട് സമയം എടുത്ത് സംസാരം നീട്ടണമെന്ന് ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. പക്ഷെ ലോകത്തിൽ മറ്റാരും വന്ന് ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ രാജ്യം പോലും അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യ, കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ പിന്നെ കോൺഗ്രസ് എന്നൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഇന്നില്ല. ഇന്ന് ഗാന്ധിജി അപമാനിക്കും വിധം ഖദർ ധരിക്കുന്ന, കോൺഗ്രസിന്റെയോ രാജ്യത്തിന്റെയോ ചരിത്രം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഭിക്ഷാന്തേഹികളുടെ ഒരു കൂട്ടം മാത്രമാണ് ഉള്ളത്. ഏതെങ്കിലും ഗൗരവതരമായ ഒരു പരാമർശത്തിന് പോലും അർഹതയില്ലാത്ത വിധം ഇന്ത്യയിലെ കോൺഗ്രസ് നിർജീവമായി കഴിഞ്ഞു. പക്ഷെ 48-ലെ കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല ഇസ്രായേലിനെ. മഹാത്മാഗാന്ധി അംഗീകരിച്ചിട്ടില്ല, നെഹ്റു അംഗീകരിച്ചിട്ടില്ല, ഒരു രാജ്യവും അംഗീകരിച്ചില്ല. ഇന്ത്യ പതിറ്റാണ്ടുകൾ ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കുകയോ ഇവിടെ നിന്നൊരു അംബാസഡറെ അങ്ങോട്ട് അയക്കുകയോ ചെയ്തിട്ടില്ല. ആ നയത്തിനൊക്കെ മാറ്റം വരുന്നത് എപ്പോഴാണ് എന്നെല്ലാവർക്കും അറിയാം. നരസിംഹറാവുവിൻ്റെ കാലത്താണ് നയങ്ങൾ മാറി തുടങ്ങിയത്. പറഞ്ഞു വന്നത്, 48-ൽ ഒരു രാജ്യമായിരുന്ന പലസ്തീൻ നിരന്തരമായ ആക്രമണങ്ങളെ നേരിട്ട് ഇപ്പൊ ഭൂപടമെടുത്ത് നോക്കിയാൽ ഭൂതക്കണ്ണാടിയുടെ സഹായം വേണം പലസ്തീനെ കണ്ടുപിടിക്കാൻ. പലസ്തീന്റെ ഭൂമി മുഴുവൻ കവർന്നെടുത്ത് ഇസ്രായേൽ വിപുലീകരിക്കപ്പെട്ടു. ഇസ്രായേൽ ഒരു രാജ്യമായി മാറി, പലസ്തീൻ ഒരു രാജ്യമല്ലാതെയായി മാറി. ലക്ഷക്കണക്കിന് മനുഷ്യർ കൊന്നു തള്ളപ്പെട്ടു. 48 മുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയാണ്. 48 മുതൽ നിരന്തരമായി ഭൂമി കയ്യേറ്റത്തിന് ഇരയാവുന്ന ഒരു നാടാണ് പലസ്തീൻ. നിരന്തരമായി ആക്രമിക്കപ്പെടുന്നവർ ദുർബലമായ ഒരു പ്രതിരോധം നടത്തി. അതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഒക്ടോബർ 7 എന്നൊക്കെ പറയുന്നത്. അവിടെ നല്ല ചരിത്രം തുടങ്ങും. ചരിത്രം കുറെ മുൻപിൽ നിന്ന് തുടങ്ങുകയാണ്. നിരന്തരം ആക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, തകർക്കപ്പെടുന്നു, ഭൂമി മുഴുവൻ അന്യാധീനപ്പെടുന്നു. ജീവിച്ചിരുന്നുവെന്നതിന് നേരിയൊരു അടയാളം പോലും അവശേഷിപ്പിക്കാതെ ഈ ഭൂപടത്തിൽ നിന്നും പലസ്തീൻ പൂർണ്ണമായി മാഞ്ഞു പോകും എന്ന ഘട്ടത്തിലാണ് ഒരു ദുർബലമായ തിരിച്ചടി നടത്തിയത്. നമ്മുടെ നിലപാടെന്തായിരുന്നു? അതിനെ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ആക്രമണം
ഒരു അന്തിമ യുദ്ധമായി ഇസ്രായേൽ മാറ്റി. നമ്മളവിടെയും സമാധാനം വേണമെന്നാണ് പറഞ്ഞത്. സമാധാനം വേണമെങ്കിൽ ഇസ്രായേൽ നീതി പാലിക്കണം, പലസ്തീൻ അവകാശപ്പെട്ട ഭൂമി വിട്ടുകൊടുക്കണം, അതൊരു രാജ്യമാണെന്ന് അംഗീകരിക്കണം, അതാണ് പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും ആക്രമണത്തെ പിന്തുണയ്ക്കുകയല്ല. ആ ആവശ്യമാണ് നെതന്യാഹുവിന്റെ വീടിന്റെ മുന്നിലേക്ക് മാർച്ച് നടത്തിയ ഇസ്രായേലിലെ ജൂതന്മാർ പറഞ്ഞത്. അതേ ആവശ്യമാണ് അമേരിക്കയിൽ ക്യാപിറ്റോൾ ഹില്ലിലേക്ക് മാർച്ച് നടത്തിയ അമേരിക്കയിലെ ജൂത സമൂഹം പറഞ്ഞത്. ലോകത്തിലെ 120ഓളം വരുന്ന രാജ്യങ്ങളിൽ പ്രതിഷേധത്തിന്റെ പതാകയേന്തിയ സമാധാനവാദികളായ മനുഷ്യരെല്ലാം പറഞ്ഞത് ഇവിടെ CPIM ഉയർത്തിപ്പിടിച്ച അതേ നിലപാടാണ്. സമാധാനം വേണം, അതിന് വെടിനിർത്തൽ ഉണ്ടാവണം, അതിന് ഇസ്രായേൽ നീതി പാലിക്കണം, എല്ലാവരും പറഞ്ഞതാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന് പിന്തുണ കൊടുത്ത് സമാധാനം ഇല്ലാത്ത അന്തരീക്ഷം ഉണ്ടാവണം, ഏറ്റുമുട്ടൽ ഉണ്ടാവണം, യുദ്ധം ഉണ്ടാവണം എന്നല്ല. ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാവണം. ഇസ്രായേൽ വിചാരിച്ചാലേ സമാധാനം ഉണ്ടാവും. അവർ നീതി പാലിക്കണം. ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെയും ഭീകരപ്രവർത്തനം, അതിന് പിന്തുണ കൊടുക്കുന്ന സമീപനം പാകിസ്ഥാൻ അവസാനിപ്പിക്കണം, അതാണ് പറഞ്ഞത്. പക്ഷെ യുദ്ധോന്മാദം ബാധിച്ചാൽ പിന്നെ പറയുന്നത് കേൾക്കില്ല. അവരുടെ ഉള്ളിലുള്ള മുൻവിധികളാണ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ കരസേനാ മേധാവിക്ക് പറയേണ്ടി വന്നു, യുദ്ധമെന്ന് പറഞ്ഞാൽ ബോളിവുഡ് സിനിമയല്ല. ഇനി അയാളുടെ ഗതി എന്താവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉന്മാദം ബാധിച്ച ഒരു ജനതയുടെ മുൻപിൽ നിങ്ങൾക്ക് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാനാവില്ല. ഇതൊരു മാനസികാവസ്ഥയാണ്, അത് ഹിംസയുടെ പ്രകടനമാണ്. നാം മാനവരാശിയുടെ നിലനിൽപ്പിനെ കരുതി, ലോകം നാളെയും നിലനിൽക്കണം എന്ന ആഗ്രഹത്തെ മുൻനിർത്തി മനുഷ്യർ കൂടുതൽ സമാധാനത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, അഹിംസയുടെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. ലോകം മുഴുവൻ സമാധാനത്തിൻ്റെ പാതയിൽ നിലനിന്നാൽ മാത്രമേ മനുഷ്യരാശിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആയുധ കച്ചവടം ലോകത്തിന് തന്നെ നാണക്കേടാണെന്നും ആയുധ കച്ചവടങ്ങൾ കുറഞ്ഞു വരിക സമാധാനം ശക്തിപ്പെടുമ്പോഴാണ് എന്നും ആവർത്തിച്ചുറപ്പിച്ചു പറയാൻ നമുക്കാവണം. ഇപ്പോൾ സമാധാനമില്ലാത്ത പ്രദേശങ്ങൾ, സംഘർഷ നിർഭരമായ അതിർത്തികൾ, അത്തരം സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റം വരണം എന്ന ആഗ്രഹമെങ്കിലും മനസ്സിലില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആധുനിക കാലത്തെ മനുഷ്യരാവും എന്നതാണ് ചോദ്യം. കാരണം യുദ്ധങ്ങളുടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവിടെയെല്ലാം നിഷ്ഠൂരമായ കൊലപാതകങ്ങളും അനാഥത്വവും അരാജകത്വവും പലായനവും ദാരിദ്ര്യവും ക്ഷാമവും പട്ടിണിയും മാത്രമേ ഉള്ളൂ. യുദ്ധം ഏറ്റവും വിനാശകാരിയായി മാറുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതിർത്തിയിൽ ആയുധമെടുക്കുന്നവർക്കിടയിൽ മാത്രമല്ല, അതിർത്തിയിൽ നിന്ന് ഏറെ അകന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്കും യുദ്ധത്തിൻ്റെ കെടുതികൾ കടന്നു വരും. ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാതെ, വൈദ്യുതി ഇല്ലാതെ, തീപിടിച്ച വിലക്കയറ്റത്തെ നേരിട്ട്, ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടാതെ യുദ്ധത്തിൻ്റെ കെടുതികൾ, പരോക്ഷമായ കെടുതികൾ മനുഷ്യരെ ആകെ വേട്ടയാടും. അങ്ങനെ ഓരോ മനുഷ്യനും സ്വാഭാവികമായ ആയുസ്വറതിക്ക് മുൻപ് തന്നെ ഇല്ലാതെയായി പോകുന്ന മഹാദുരന്തമാണ് ഉണ്ടാകാൻ പോവുക. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് വിവേകശാലികളായ സകല മനുഷ്യരും യുദ്ധം അരുത് എന്ന് പറയുന്നത്. അത് ദേശസ്നേഹമില്ലായ്മയല്ല, ദേശസ്നേഹവും മനുഷ്യസ്നേഹവും ഉള്ളതുകൊണ്ടാണ്. എല്ലാ മനുഷ്യരും സംതൃപ്തമായി ജീവിക്കാൻ കഴിയുന്ന ഒരു കാലമുണ്ടാവണം, ഒരു ലോകമുണ്ടാവണം എന്നതുകൊണ്ടാണ്. അതാണ് കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ നിർവചനമെന്ത്, അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസം എന്നൊക്കെ ചോദിച്ചാൽ അത് വളരെ ഗഹനമായ സൈദ്ധാന്തിക വിശകലനങ്ങൾക്ക്, ദാർശനിക വിശകലനങ്ങൾക്കൊക്കെ വിധേയമാകേണ്ട വിഷയമാണ്. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചാൽ ഒരൊറ്റ വാക്കിൽ കമ്മ്യൂണിസത്തെ വിശദീകരിക്കാമെങ്കിൽ അത് മനുഷ്യസ്നേഹം എന്നല്ലാതെ മറ്റൊന്നുമല്ല. മനുഷ്യസ്നേഹമാണ്. അതുകൊണ്ടാണ് അന്യൻ്റെ വാക്കുകൾ പോലും സംഗീതമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാലം എന്ന് പറയുന്നത്. ആ കാലമാണ് നമ്മുടെ സ്വപ്നം. അപരിചിതനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ അരോചകമായ ശബ്ദത്തിന് പോലും സംഗീതത്തിൻ്റെ മാധുര്യം വരുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ആ കാലത്തെ സംഗീതം എങ്ങനെയായിരിക്കും? അത് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള നന്മയുടെ ഒരു പൂക്കാലമാണ്. അങ്ങനെ ഒരു കാലത്തെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. എല്ലാ മനുഷ്യരും സാഹോദര്യത്തോടെ പുലരുന്ന ഒരു കാലം. അങ്ങനെ ഒരു കാലത്തെ സ്വപ്നം കാണുന്നവർക്കൊരിക്കലും മനുഷ്യർ തമ്മിൽ കൊന്നൊടുക്കുന്ന വിനാശകാരിയായ യുദ്ധങ്ങൾക്ക് സ്വാഗതമോതാനാവില്ല. അതുകൊണ്ട് സമാധാനം എന്നത് ഈ കാലത്ത് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണെന്നും ആ മുദ്രാവാക്യം ആത്യന്തികമായി
മുതലാളിത്തത്തിനും സാമ്രാജ്യത്വത്തിനും ആയുധ കച്ചവടത്തിനും എതിരാണ് എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യപക്ഷപാതികളായ ലോകത്തിലെ സകലരും സമാധാനത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തേണ്ട ഒരു ഘട്ടമാണിത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.